കേരളത്തിൽ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളും തമ്മിലടിക്കുന്ന രാഷ്ട്രീയം തുടങ്ങിവെച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. രാഷ്ട്രീയ അധികാരം ലഭിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയും CPM-ഉമാണ് വർഗീയ ധ്രുവീകരണം നടത്താൻ ശ്രമിച്ചത്. 24 എഡിറ്റർ ഇൻചാർജ് PP ജെയിംസിന്റെ ഫയറിംഗ് ലൈൻ വിത്ത് PP ജെയിംസ് എന്ന അഭിമുഖ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. കോൺഗ്രസിന് ആ തരത്തിൽ ഈ ന്യൂനപക്ഷമായ ക്രൈസ്തവ വോട്ടുകളെ ഒരുമിച്ച് നിർത്തുന്നതിൽ പഴയ കാലത്തെ അപേക്ഷിച്ച് ക്ഷീണം സംഭവിച്ചിട്ടുണ്ടോ? പിണറായി വിജയനാണ് കേരളത്തിൽ ഈ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ അടുപ്പിക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയം തുടങ്ങി വെച്ചത്. കേരളത്തിൽ അങ്ങനൊന്നുമില്ലായിരുന്നു. കേരളത്തിൽ ഹിന്ദുക്കളാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും എല്ലാം ഇടകലർന്ന് ജീവിക്കുകയും ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. രാഷ്ട്രീയ അധികാരം ലഭിക്കാൻ വേണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും CPM-ഉമാണ് ഇവിടെ ഈ വർഗീയ ധ്രുവീകരണം നടത്താൻ ശ്രമിച്ചത്. ഇവിടെ നടന്ന മുനമ്പ സംഭവം ഉൾപ്പെടെ NSSന്റെ രാഷ്ട്രീയ ലൈൻ മാറിയിട്ടില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. NSSുമായി ഇപ്പോഴും നല്ല ബന്ധമാണ്. ഇത്തവണ ന്യൂനപക്ഷത്തിന്റെ വോട്ട് കിട്ടില്ലെന്ന് മനസ്സിലാക്കി CPM ഭൂരിപക്ഷത്തെ പിടിക്കാൻ ശ്രമിക്കുകയാണെന്നും രമേശ് ചെന്നിത്തല പറയുന്നു. താങ്കൾ NSSുമായിട്ട് ഏറ്റവും അടുപ്പുണ്ടായിരുന്ന നേതാവാണ്. ഇപ്പോൾ ഒരു കാലത്ത് 10-11 വർഷം ആ ബന്ധത്തിൽ വിള്ളലുണ്ടായി. അപ്പോൾ അത് വീണ്ടും തിരിച്ച് ഇത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ NSS താങ്കളെപ്പോലുള്ള ആൾക്കാരുണ്ടായിരുന്നിട്ട് NSS ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്ന നിലപാട് NSS ജനറൽ സെക്രട്ടറി തന്നെ പറയുന്ന അവസ്ഥയുണ്ടായി? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എല്ലാ മത സംഘടനകളുമായും അവരുടെ നേതാക്കന്മാരുമായിട്ട് എനിക്ക് നല്ല ബന്ധമാണ്. അത് NSS മാത്രമല്ല, NSSുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട്. ഇപ്പം 10-15 വർഷം ഇല്ലായിരുന്നു, അത് സത്യമാണ്. അപ്പം അവരുമായിട്ട് നല്ല ബന്ധമാണ്. SNDP ആയിട്ട് നല്ല ബന്ധമാണ്. ക്രൈസ്തവ സഭകളുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. മുസ്ലിം സംഘടനകളുമായിട്ട് ബന്ധമുണ്ട്. ചെറുതും വലുതുമായ കേരളത്തിലെ സാമൂഹിക സംഘടനകളുമായിട്ട് ബന്ധമുണ്ട്. അത് ഞാനൊരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എല്ലാവരോടും നല്ല ബന്ധം സ്ഥാപിക്കേണ്ടത് ആവശ്യമാണ്. NSS എവിടെ പോയെന്നാണ് ഈ പറഞ്ഞേ? NSS പറഞ്ഞെന്താ, ശബരിമലയുടെ കാര്യത്തിൽ, ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ പങ്കെടുക്കും. പക്ഷേ ഞങ്ങളുടെ രാഷ്ട്രീയ ലൈൻ മാറിയിട്ടില്ലെന്ന് അവർ പറഞ്ഞേ. സമദൂരമാണ്. ആ സമദൂരത്തിൽ ഇപ്പോഴും അവർ നിൽക്കുന്നു. എന്താ തെറ്റ്? പക്ഷേ CPM ശ്രമിക്കുന്നത് ഇത്തവണ ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് കിട്ടാൻ പോകുന്നില്ല, അതുകൊണ്ട് ഭൂരിപക്ഷത്തെ കയ്യിലാക്കുക. അതിനാണ് അയ്യപ്പ സംഗമം നടത്തിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.